രാവിലെ ഉണർന്ന് നടക്കാൻ പോയപ്പോൾ ഞങ്ങളോടൊപ്പം ഒരു കൂട്ടം തെരുവ് നായകളും ഉണ്ടായിരുന്നു. ഇന്നലെ കൊടുത്ത ചോറിന് നന്ദി കാണിക്കും വിധം അവ ഞങ്ങളോടൊപ്പം കൂടി. പഴങ്ങളും പഴച്ചാറുകളുമായിരുന്നു ഇന്നത്തെ പ്രഭാത ഭക്ഷണം. യാത്രാമധ്യേ നസീറിന്റെ കൂട്ടുകാരൻ നടത്തുന്നൊരു ഹോട്ടലിൽ കയറി. കാസർഗോഡ് നിന്നും കുടിയേറി വന്നവരാണിവർ. ഇപ്പോൾ ഇത് നടത്തുന്നത് അവരുടെ മൂന്നാമത്തെ തലമുറയാണ്. ചായയിൽ നിന്നും പഞ്ചസാര പരിപൂർണമായി മാറ്റി നിർത്തുന്നുണ്ടെങ്കിലും ജഷീറിന് മധുരത്തിന്റെ കാര്യത്തിൽ യാതൊരു ഓർമ്മയുമില്ല. മധുരമുള്ള എന്ത് കിട്ടിയാലും അത് മൂക്കുമുട്ടി തട്ടും. പക്ഷെ ചായ അത് വിത്തൗട്ട് മാത്രമേ കുടിക്കൂ. യാത്രയിൽ ഞങ്ങൾ കൂടുതൽ സംസാരിച്ചത് ബോംബെയുടെ അധോലോകത്തെക്കുറിച്ചാണ്. വണ്ടിക്ക് ഫുൾ ടാങ്ക് അടിക്കുന്ന സമയം ഞങ്ങൾക്കുള്ള വെള്ളവും ആവശ്യത്തിന് നിറയ്ക്കും. ബോംബെ എന്ന് കേൾക്കുമ്പോൾ ആരുടെയും മനസ്സിലേക്ക് വരുന്ന അധോലോകത്തിന്റെ ഇരുണ്ട കഥ. നഗരം ഉറങ്ങുമ്പോൾ ഉണരുന്നവർ. 60കളിലും 70കളിലും ബോംബെയുടെ തെരുവുകളെ ഭരിച്ചിരുന്നത് 3 പേരുകളായിരുന്നു: കരീം ലാല, ഹാജി മസ്താൻ, വരദരാജ മുതലിയാർ. കരീം ലാലയായിരുന്നു പത്താൻ ഗ്രൂപ്പിന്റെ അധിപൻ. കുതിരപ്പന്തയവും ചൂതാട്ടവും അയാളുടെ വിരൽത്തുമ്പിലായിരുന്നു. ചേരികളിലെ തമിഴ് ജനതയുടെ രക്ഷകനായി മാറിയ സൗത്ത് ഇന്ത്യൻ മുഖമായിരുന്നു വരദരാജ മുതലിയാർക്ക്. ചോരപ്പുഴ ഒഴുക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വർണ്ണക്കടത്തിന്റെ സുൽത്താൻ. വെളുത്ത വസ്ത്രവും മെഴ്സിഡസ് കാറുമായി ഒരു വലിയ സിനിമാ താരത്തെ പോലെ ബോംബെയിലെ തെരുവുകളിൽ വിലസിയിരുന്ന ഹാജി മസ്താൻ. എന്തുകൊണ്ടാണ് ബോംബെ ഇത്ര വേഗം കുറ്റകൃത്യങ്ങളുടെ നഗരമായി മാറിയത്? കാരണങ്ങൾ പലതാണ്. റിയൽ എസ്റ്റേറ്റിന്റെ പെട്ടെന്നുള്ള ബോംബിംഗ്, പ്രശ്നങ്ങളെ ഒത്തുതീർപ്പാക്കാൻ പോലീസിന് കഴിയാതെ പോയപ്പോൾ ഒരു സമാന്തര പോലീസ് സംവിധാനമായി അവർ വളർന്നു. വിശാലമായ കടൽ തീരം, കണ്ടൽക്കാടുകളും കള്ളക്കടത്തിന് പറ്റിയ ഒളിത്താവളമായി. അങ്ങനെ കരീം ലാലയും ഹാജി മസ്താനും വരദരാജ മുതലിയാരും തുടങ്ങിവെച്ച പ്രസ്ഥാനത്തിലേക്ക് പുതിയ തലമുറ കടന്നു വന്നു. ദാവൂദ് ഇബ്രാഹിമും ചോട്ടാ രാജനും നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. കറുത്ത പണം വെളുപ്പിക്കാൻ സിനിമാ മേഖലയെ ഉപയോഗിച്ചതോടെ ക്രിമിനലുകൾക്ക് ഒരുതരം പുതിയ ഗ്ലാമർ പരിവേഷം ലഭിച്ചു. കള്ളക്കടത്തിൽ നിന്ന് അവർ മയക്കുമരുന്നിലേക്കും ഭീകരവാദത്തിലേക്കും വഴിമാറി. നമ്മൾ ഓർക്കുന്നില്ലേ 1993 സ്ഫോടന പരമ്പരകളിലൂടെ ബോംബെയുടെ റൊമാൻറ്റിക് അധോലോക സങ്കല്പങ്ങൾ തകരുകയും നഗരം ഭയത്തിൻ്റെ നിഴലിലാവുകയും ചെയ്തു. ഇന്ന് ബോംബെയുടെ ആകാശത്തേക്ക് ഉയരുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കിടയിൽ പഴയ അധോലോകത്തിൻ്റെ കഥകൾ പഴങ്കഥകളായി മാറിയിരിക്കും. വേണ്ടി ബസാറിലെ ഇടുങ്ങിയ ഗല്ലികളിലൂടെ നടക്കുമ്പോൾ ഇപ്പോഴും പഴകിയ പുകയിലയുടെയും ചോരയുടെയും ഉപ്പിൻ്റെയും മണം കലർന്നൊരു ഗന്ധം വായുവിൽ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നും.